ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. പണ്ട് തൊട്ടേ വീടുകളിൽ ഉണ്ടാക്കുന്ന വിഭവമാണിന്ന് അമ്മണി കൊഴുക്കട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ 4 മണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് പൊടിയെടുക്കാം. ആദ്യം നൂലപ്പത്തിനോ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസ് പൊടിയാണ് വേണ്ടത്. വറുത്ത പൊടിയാണിത്. 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. ഉപ്പും എണ്ണയൊക്കെ ഒന്ന് പൊടിയിലേക്ക് യോജിപ്പിച്ചിട്ട് തിളപ്പിച്ച് വെള്ളം ചേർക്കാം. തിളച്ച ഉടനെ എടുത്ത വെള്ളം വേണം. ഈ വെള്ളത്തിന് തന്നെ പൊടി കുറച്ച് വേവും. അരിപ്പൊടിയുടെ നേച്ചർ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്നാലും സാധാരണ പൊടിയുടെ ഇരട്ടി വെള്ളം വേണ്ടി വരും. ഇപ്പോൾ 2 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളം വേണ്ടി വരും, തിളച്ച വെള്ളം. കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ച് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കുകയും ചെയ്യാം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് പൊടി മുഴുവൻ സോക്കാവണ പോലെ വരണം. പൊടിയായിട്ട് കാണാണ്ട് മാവ് പോലെ ആവുമ്പോൾ എല്ലായിടത്തും വെള്ളമായിട്ടുണ്ടാവും. ഇത് നല്ലോണം വെള്ളം അബ്സോർബ് ചെയ്യുന്ന പൊടിയാണ്. ഏറ്റവും താഴെയും വെള്ളം ചേർന്നിട്ടുണ്ട് പൊടിയിൽ. ഇനി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. കുറച്ചൊന്ന് ചൂട് താഴ്ന്നിട്ട് കുഴയ്ക്കാം. തണുക്കാൻ നിൽക്കണ്ട, സഹിക്കാൻ പറ്റുന്ന ചൂടാവുമ്പോൾ എടുക്കാം. ഇപ്പോൾ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഉള്ളിലൊക്കെ ചൂടുണ്ട്. അടച്ചു വെച്ചില്ലെങ്കിൽ ഡ്രൈ ആവും. ചപ്പാത്തി മാവ് പോലെ ഹാർഡായിട്ട് കുഴയ്ക്കണ്ട. വെള്ളം കൂടുതലായ കൊഴുക്കട്ട ഷേപ്പിൽ കിട്ടില്ല, കുറഞ്ഞ കട്ടി കൂടുകയും ചെയ്യും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല മയത്തിൽ കുഴഞ്ഞിട്ടുണ്ട്. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണിത്. ഇങ്ങനെ കുഴച്ച് നമ്മൾ മണികളായിട്ട് ഉരുട്ടിയെടുക്കേണ്ട ഒരു സമയം വേണ്ടു. അപ്പോൾ നല്ലോണം കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇളം ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവിയിട്ട് മണി പോലെ ആക്കണം. ഇതിങ്ങനെ ബോൾസ് ആക്കാൻ ഇത്തിരി നേരം വേണ്ടു, ബാക്കിയൊക്കെ വേഗം ആയിക്കോളും. ഇങ്ങനെ കുഞ്ഞു മണികളാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന നേരത്തെ തന്നെ നമുക്ക് ആവി കയറ്റാനുള്ള വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ഇനി സ്റ്റീമറിലും ഇത്തിരി വെളിച്ചെണ്ണ തടവാം, ഇല്ലെങ്കിൽ പറ്റി പിടിക്കും. ഒരുമിച്ച് തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. ഓൾറെഡി പകുതി വേവായിട്ടുമുണ്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തപ്പോൾ. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റീം ചെയ്യാൻ അടച്ചു വയ്ക്കാം. 5-8 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നല്ലോണം ആവി കയറിയിട്ടുണ്ട്. വെന്തോന്ന് നോക്കാം. വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കണില്ല. ഉള്ളിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചീനിച്ചിട്ട് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ടല്ലോ നമ്മുടെ അമ്മണി കൊഴുക്കട്ട. വെളിച്ചെണ്ണയിലും വറുത്തിടാം, എന്നാലും നല്ലെണ്ണയാണ് ഇതിന് കൂടുതൽ സ്വാദ്. ഈ 1 ടീസ്പൂൺ നല്ലോണം കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഉഴുന്ന് 2 ടേബിൾ സ്പൂൺ ഇടാം. ഉഴുന്നുപരിപ്പ് ചേർക്കാം ഉള്ളതിനനുസരിച്ച്. ചിലർ ഉഴുന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വറുത്തിടുന്നതിൻ്റെ ഒപ്പം ചേർക്കാറുണ്ട്. അപ്പോൾ കൊഴുക്കട്ടയുടെ മുകളിൽ ഇങ്ങനെ പൊതഞ്ഞിരിക്കും ഉഴുന്ന് പൊടി. അത് വേറൊരു ടേസ്റ്റാണ്. ഉഴുന്നൊന്ന് ചുമന്ന് വരണം. ഇനി 4 ചുവന്ന മുളക് കഷ്ണാക്കിയതും 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി വേവിച്ച് വെച്ച കൊഴുക്കട്ട ചേർത്തെടുക്കാം. ഇളക്കി ഉടനെ നമുക്ക് ഓഫ് ചെയ്യാം. വറുത്തിട്ടത് എല്ലായിടത്തേക്കും ആവണ പോലെ ഇളക്കി യോജിപ്പിക്കാം. നാളികേരം ചെറുകിയത് 1 കപ്പ് ചേർക്കാം. നാളികേരം വല്ലാണ്ട് മൂത്തൊന്നും വരേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് ചേർത്തത്. ഈ ചൂടിൽ തന്നെ എല്ലായിടത്തും ആവണ പോലെ യോജിപ്പിക്കാം. തേങ്ങ ചട്നിയുടെ ഒപ്പം നല്ല സ്വാദാണ്. ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കൊടുക്കുകയും ചെയ്യാം. പല രീതിയിൽ ഉണ്ടാക്കാം ഈ കൊഴുക്കട്ട. വറുത്തിടുന്നതിൽ ഉള്ളി നുറുക്കിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ വേറെ കൂട്ടാനൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ട്രഡീഷണൽ മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി ഓടത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. താങ്ക് യു.